ഇതെന്താ അറിയോ, ഇതാണ് രുദ്രാക്ഷം. ഇത് നമ്മളെ പ്രോപ്പർട്ടിയിലുള്ള സാധനമാണ്. ഇത് രുദ്രാക്ഷത്തിൻ്റെ മരം കേട്ടോ. ഇതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അതുപോലെ തന്നെ ഈ കാണുന്നത് നിങ്ങൾക്ക് അത് മന്ദാരാണ്. മന്ദാരം ഒക്കെ നമ്മൾ പാട്ടിലേ കേട്ടിട്ടുണ്ടോ, അതാണ് ആ മന്ദാരാണത്. അതേപോലെ തന്നെ ഒരുപാട് ഹെർബ്സ് ഉണ്ട്. മാത്രമല്ല ഇതൊരു 17 ഏക്കർ കോഫി പ്ലാന്റേഷനാണ്. ഇതൊരു ഹിസ്റ്ററി എന്ന് പറഞ്ഞത് പണ്ടത്തെ കാഡ്ബറിൻ്റെ ഒരു പ്ലാന്റേഷൻ ആയിരുന്നു. അപ്പോൾ അവരുടെ ഒഫീഷ്യൽസൊക്കെ താമസിച്ചിരുന്ന ബംഗ്ലാവാണ് ഇപ്പോൾ ഇവിടെ റിനോവേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ അത് ചിലത് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, എക്സ്പീരിയൻസ് ചെയ്തിട്ട് തന്നെ കിട്ടണ്ടേ. നമ്മൾ വന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കി. ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും റാസി സോയ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നുള്ളത് വയനാട് കൽപ്പറ്റയിലാണ്. കൽപ്പറ്റയിൽ അത്യാവശ്യമല്ല, ആവശ്യത്തിൽ കൂടുതൽ ഫോറസ്റ്റ് ആംബിയൻസ് ഉള്ള ഒരു അടിപൊളി പ്രോപ്പർട്ടിയിലാണ് നമ്മളുള്ളത്. ഇതൊരു വിൻറ്റേജ് ബംഗ്ലോസ് ആണ്. 4 ബെഡ്റൂമിൻ്റെ ബംഗ്ലോസും അതേപോലെ തന്നെ 5 ബെഡ്റൂംസിൻ്റെ ബംഗ്ലോസും ആയിട്ടാണ് ഇതിൻ്റെ കാര്യങ്ങൾ വരുന്നത്. റൂമിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. നമുക്ക് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് നമ്മൾ പറഞ്ഞല്ലോ, ഇവിടെ 5 ബെഡ്റൂമിൻ്റെയും 4 ബെഡ്റൂമിൻ്റെയും ബംഗ്ലാവാണെന്ന്. വരുമ്പോൾ തന്നെ ആദ്യം നമുക്ക് കാണുന്ന ഈ 4 ബെഡ്റൂം ബംഗ്ലാവാണ്. അതിൻ്റെ ഔട്ടർ വ്യൂ ആണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരുന്നത്. 4 ബെഡ്റൂമിലേക്കും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എൻട്രൻസ് തന്നെയാണ്. അതായത് ഇൻ്റർ കണക്റ്റഡ് അല്ല. അപ്പോൾ നിങ്ങൾ ഒരു കപ്പിളായിട്ട് വരികയാണെന്നുണ്ടെങ്കിലും സേഫ് ആയിട്ട് നിങ്ങൾക്ക് നിൽക്കുക. 2 കപ്പിളായിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിലും നോ ഇഷ്യൂ. ഇതിവിടെ ഉള്ളൊരു ട്വിൻ ബെഡ് ബെഡ്റൂമിൻ്റെ ഇൻറ്റീരിയറാണ്. നല്ലൊരു കിങ് സൈസ് ബെഡും ഒരു അഡീഷണൽ ബെഡുണ്ട്. ഇപ്പോൾ നമ്മൾ വലിയ കുട്ടികളൊക്കെ ഉള്ളൊരു ഫാമിലി വരികയാണെങ്കിൽ അവർക്ക് ഇവിടെ താമസിക്കാം. പിന്നെ ഇതിൻ്റെ ഒരു ബാത്റൂമാണ്. ബാത്റൂം കണ്ടോ, നല്ല വലിയ ബാത്റൂം തന്നെയാണ്, ഓടിച്ചാടി കളിക്കാം. അതുപോലെ ഇത് ഇവിടെയുള്ള മറ്റൊരു റൂമിൻ്റെ ഇൻറ്റീരിയറാണ്. കയറുമ്പോൾ തന്നെ നമുക്ക് കാണുന്ന ഇതേപോലത്തെ ഒരു മാതൃക തന്നെയാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ബെഡും കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ ഇവിടുത്തെ ആണെന്നുണ്ടെങ്കിലും ഈ വാഷ്റൂമിൻ്റെ കാര്യം എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഈ വാഷ്റൂമിൻ്റെ ഉൾഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടാണ്. കാര്യം ഇത് മൊത്തം ബ്രിട്ടീഷ് കൺസ്ട്രക്ഷനാണ്. അതുപോലെ ഹീറ്ററിൻ്റെ സംവിധാനം, അങ്ങനത്തെ എല്ലാ സംവിധാനങ്ങളും നമുക്കിവിടെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ പോകുന്നത് ഈ 4 ബെഡ്റൂമിൻ്റെ ബംഗ്ലാവിൽ നിന്നും 5 ബെഡ്റൂമിൻ്റെ ബംഗ്ലാവിലേക്ക് പോവാം. എറൗണ്ട് ഒരു 200 മീറ്ററാണ് ഇവിടുത്തെ ഡിസ്റ്റൻസ് ഉള്ളത്. ഈ ഡിസ്റ്റൻസിലൂടെ പോകുന്ന ഒരു ആംബിയൻസ് ഉണ്ടോ, ശരിക്കും നമ്മളൊരു ഫോറസ്റ്റിലൂടെ പോകുന്ന പോലെ 2 സൈഡും കാടും മരങ്ങളൊക്കെ ആയിട്ട്. ഞങ്ങൾ നടന്നും പോവാം, നമ്മളിത് കാറുമായിട്ടാണ് പോകുന്നത്. വരണ വഴിയും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു ഫോറസ്റ്റ് ആംബിയൻസിൽ ഇങ്ങനെ നമ്മൾ വന്നിട്ട് ഇവിടെ എത്തിയിട്ടാണ് നമ്മൾ താഴെയാണ് നമ്മളെ 5 ബെഡ്റൂമിൻ്റെ ബംഗ്ലാവ് വരുന്നത്. മുകളിൽ ഏകദേശം ഒരു 300 മീറ്റർ ഡിസ്റ്റൻസിലാണ് 4 ബെഡ്റൂമിൻ്റെ ബംഗ്ലാവ്സ് വരുന്നത്. പക്ഷെ ബംഗ്ലാവ് ഒരു വിൻറ്റേജ് ആംബിയൻസ് ഇത് റിനോവേറ്റ് ചെയ്തെടുക്കുമ്പോഴും ആ റൂംസിൻ്റെ ഇൻറ്റീരിയറിൽ കൊടുക്കുന്ന ക്വാളിറ്റിയുടെ കാര്യത്തിലൊന്നും ഒട്ടും തന്നെ അവർ കോംപ്രമൈസ് ചെയ്തിട്ടില്ല. അത്യാവശ്യം ഒരു മഴയുള്ള ടൈമിലാണ് നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് കേട്ടോ. നല്ല രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പീസ്ഫുൾ ആയിട്ടൊക്കെ ഇരിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളിയായിട്ടുള്ള സ്ഥലം തന്നെയാണ്. നമ്മൾ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ 5 ബെഡ്റൂമിൻ്റെ ആ ബംഗ്ലാവ് ലക്ഷ്യമാക്കിയിട്ടാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മളിപ്പോൾ നേരെ കാണുന്നതാണ്. നമ്മളിപ്പോൾ ഉള്ളത് ഈ 5 ബെഡ്റൂമിൻ്റെ ബംഗ്ലാവിൻ്റെ ഫ്രണ്ടിലാണ്. ഇതിന് എല്ലാ റൂംസിനും പുറത്തൂടെ നമുക്ക് സെപ്പറേറ്റ് എൻട്രൻസ് ഉണ്ട്. അതുകൂടാതെ തന്നെ ഈ റൂംസുകളെല്ലാം തന്നെ ഡോർ ഓപ്പൺ ആക്കി നമുക്ക് ഇൻ്റർ കണക്റ്റഡ് ആയിട്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മളിപ്പോൾ നേരെ ഈ 5 ബെഡ്റൂമിൻ്റെ പ്രോപ്പർട്ടിയിലേക്ക്, ബംഗ്ലാവിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറി. അതിന് ഫസ്റ്റത്തെ റൂം, ഈ കാണുന്ന ഡോർ ഉണ്ടോ, ഈ ഡോർ ക്ലോസ് ചെയ്ത ഈ റൂം പ്രൈവറ്റായി. ഓപ്പൺ ആക്കിയാൽ തൊട്ടടുത്തുള്ള റൂമിലേക്ക് ഇൻ്റർ കണക്റ്റഡ് ആയി. ഓക്കെ, ഇതേപോലെ തന്നെ രണ്ടാമത്തെ റൂമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത് ഇവിടുത്തെ ഒരു 3rd റൂമാണ്. റൂമൊക്കെ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡും കാര്യങ്ങളും എല്ലാം തന്നെയാണ് അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ 5 ബെഡ്റൂമിനും അറ്റാച്ച്ഡ് വാഷ്റൂംസ് ഉണ്ട്. ചെറിയ ബാത്റൂമൊന്നുമില്ല, നല്ല വലുപ്പമുള്ള ബാത്റൂം തന്നെയാണ്. കാണിച്ചു തരാൻ ഈ ബാത്റൂം ഉണ്ടോ, കുളിക്കല്ല, ഓടിച്ചാടി കുളിക്കാനുള്ള സ്ഥലമുണ്ട് ഇഷ്ടം പോലെ. ഓക്കെ, ഇത് നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഇതാണ് ഈ 5 ബെഡ്റൂം ബംഗ്ലാവിലെ 4ാമത്തെ ബെഡ്റൂം. 5ാമത്തെ ബെഡ്റൂമിലേക്ക് തൊട്ടപ്പുറത്തോടെയാണ് നമുക്ക് എൻട്രൻസ് വരുന്നത്. പക്ഷേ സെയിം പാറ്റേൺ തന്നെയാണ്, നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ 5 ബെഡ്റൂം ബംഗ്ലാവിൻ്റെ ഔട്ട് സൈഡിലൊരു വ്യൂ. ചെറിയ മഴയുള്ള സമയത്താണ് നമ്മൾ പോയത് കേട്ടോ. നല്ലൊരു ഗ്രീനിഷ് ആംബിയൻസും, നമുക്കൊക്കെ കുട്ടിക്കാലത്തൊക്കെ നമ്മളെ തറവാട്ടുകളിലൊക്കെ നിൽക്കില്ലേ, അതേപോലത്തെ ഒക്കെ ഒരു ആംബിയൻസ് ആണ്. വരുമ്പോൾ ക്രിക്കറ്റും കബഡിയും കാര്യങ്ങളൊക്കെ കളിക്കാനുള്ള അങ്ങനത്തെ ഒരു ആംബിയൻസ് ആണ്, അല്ല ഒരു ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയ സാധനങ്ങളല്ല. ഓക്കെ, പിന്നെ ഇതാണ് ഇവിടുത്തെ നല്ല അടിപൊളിയായിട്ടുള്ള ഇൻഫിനിറ്റി പൂള്. അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള പൂളാട്ടോ. കമ്പാരേറ്റീവ്ലി നല്ല വലുപ്പത്തിലുള്ള പൂളാണ്. അത് മാത്രമല്ല ഫിൽട്രേഷനും പ്രോസസ്സും ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല നീറ്റായിട്ട് തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ എസ്പെഷ്യലി കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ അവർ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ലൈഫ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സേഫ്റ്റി മുഖ്യമാണ്. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ പ്രത്യേകം അവർ ശ്രദ്ധിക്കുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ ഒരു ഡൈനിങ് ഏരിയ. ആ പഴയ ബ്രിട്ടീഷ് ടച്ചിലുള്ള ഫർണിച്ചേഴ്സും കാര്യങ്ങളൊക്കെ അതേപോലെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, നല്ല നീറ്റായിട്ട്. ഇതിപ്പോൾ നമ്മളതിൻ്റെ മുന്നിലുള്ള ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു
ഫ്രണ്ട് ഭാഗമാണ്. അതേപോലെ തന്നെ ഇവിടെയാണ് ഈ ഗ്യാതറിംഗ് സ്പോട്ടും ക്യാമ്പ് ഫയറും ഒക്കെ വരുന്നത്. നമ്മുടെ ഉപ്പ വല്യപ്പ പേരക്കുട്ടികൾ എല്ലാവരുമായിട്ടൊരു ഗ്യാദർ ചെയ്യാൻ പറ്റിയൊരു അടിപൊളി സ്പോട്ട് തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു അനുഭവം നിങ്ങൾക്ക് വ്യത്യസ്തം തന്നെയായിരിക്കും. പ്രോപ്പർട്ടി ഇഷ്ടമായാലും ബുക്ക് ചെയ്യാനായിട്ട് താഴത്ത് കാണുന്ന നമ്പറിൽ വിളിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്